അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് അന്തരിച്ച എം ഡി ആകെ കൂടെ ഒരു സിനിമയിലല്ല ഒരു സിനിമ വന്നില്ല. വളർത്തു മൃഗങ്ങൾ മാത്രമേ വളർന്നുള്ളൂ. അതിൽ ശുഭരാത്രി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഗുഡ് നൈറ്റിന് ശുഭരാത്രി എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടിയ പുതിയ വാക്കുകൾ. അല്ലാതെ ഇപ്പോൾ ചില വികലമായ പ്രയോഗങ്ങൾ അത് നല്ല വാക്കായിട്ട് അല്ലെങ്കിൽ നല്ല പ്രയോഗമായിട്ട്, ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, വളക്കിനിത്തളത്തിൽ പൂജയെടുപ്പിന് വെളുപ്പാങ്കാലത്ത് കണ്ടപ്പോൾ മുറപ്പെണ്ണെ നിൻ്റെ പൂങ്കവിളിൽ ഹരിശ്രീ എഴുതിയത് ഓർമ്മ. ആ പാട്ടിൽ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ അതിൽ പൂക്കിലെ കതിരുകൾക്കിടയിലൂടെ എന്നെ നീ നോക്കിക്കൊതിപ്പിച്ചത് ഓർമ്മയില്ലേ എന്നൊരു പ്രയോഗമുണ്ട് വയലാറിന്. നോക്കിക്കൊതിപ്പിക്കുക. ആ നോക്കിക്കൊതിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നതാണ്. ഇപ്പം മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ്റെ നയനങ്ങൾ. കയങ്ങൾ മനസ്സിലായില്ലേ? ആ മനോരമയെ നിൻ്റെ നയനം അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. ഇതിൽ ഓരോ വാക്കും നമ്മളെ ആ ഗാനത്തുമായിട്ട് അടുപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഗുണം ഈ പറഞ്ഞ പാട്ടിനില്ല. പക്ഷെ സർ കാലം മാറി. പൊന്മാൻ അതിനകത്ത് ഒരു പാട്ട്, ഹിറ്റ് പാട്ട് എന്ന് പറയാൻ ബ്രൈഡാത്തിയെ എന്നാണ്. ബ്രൈഡാത്തിയെ ഞാൻ കേട്ടു. അത് അതേപോലെ തന്നെ സുഹേൽ കോയ, ബ്രൈഡാത്തി എഴുതിയത് സുഹേൽ കോയാണ്. സുഹേൽ കോയയുടെ വേറൊരു സൂപ്പർ ഹിറ്റ് പടമായിരുന്നു പ്രേമലു എന്ന് പറയുന്നത്. പ്രേമലുവില് പ്രേമിക്കുടു എന്ന് പറയുന്ന വരിയുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് കാറിൽ പോകുന്ന പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് കാറ് റൈഡിയിലെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര. പക്ഷേ അത് ഈ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഇറക്കുന്നത്. ഇത് എത്ര കാലം നിൽക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. ഇതിൻ്റെ ആയുസ്, ഇത്തരം പാട്ടുകളുടെ ആയുസ്. ഇപ്പോൾ ഇലൂമിനാറ്റി എന്ന് പറയുന്ന ആ പാട്ട് തന്നെ, ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ട്, ആ പാട്ട് ഇപ്പം കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? അതിൻ്റെ ഒരു 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 പെട്ടെന്നൊരു, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ വൈബ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നശിക്കുന്നു. അതേസമയം നമ്മൾ 1954 ഇറങ്ങിയ നീലക്കുയിലിലെ പാട്ടുകൾ ഇന്നും കേൾക്കുന്നു. മത്സരങ്ങളിൽ കുട്ടികൾ പാടുന്നു. ആ ഒരവസ്ഥ വരുന്നില്ല. ഇപ്പം ലജ്ജാവതിയെ ഇറങ്ങിയ കാലത്ത് കേരളം മുഴുവൻ ഏറ്റുപാടിയ ഒരു പാട്ടാണ്. അന്നും ഞാൻ അതിനെ എതിർത്ത ഒരു ആളാണ് ഞാൻ. കാരണം എനിക്കതിനോട് പലപ്പോഴും വിയോജിപ്പുണ്ട്. ഇന്നും ആ പാട്ടിനോട് എനിക്ക് വിയോജിപ്പുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങൾ തിയേറ്ററിൽ ഡാൻസ് കളിച്ച പാട്ടാണ്. എനിക്ക് തിയേറ്ററിൽ ഡാൻസ് കളിക്കാൻ പറ്റില്ല. പക്ഷെ ജാസിഫ്റ്റ് ഗാനമേളയ്ക്ക് പാടുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചത് ലജ്ജാവതിയിലാണ്. അതെ, ആയിരിക്കാം. പക്ഷെ ആ പാട്ട് ഇപ്പം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആ പാട്ട് ഇപ്പം മനസ്സിലായില്ലേ, കാലാകാലങ്ങളിലായിട്ട്. അതേസമയം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പല പാട്ടുകളും, ഈ വയലാറിൻ്റെ ആയിരുന്നാലും ഭാസ്കരൻ മാഷ്, അവർ മാത്രമൊന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ കൈതപ്പുറമൊക്കെ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവരുടെയൊക്കെ മൊത്തം പാട്ടുകൾ എടുത്താൽ ഒരു 30% പാട്ടുകൾ നല്ലതായിരിക്കും. 70% പാട്ടുകൾ ഈ പറഞ്ഞ പൊട്ടപ്പാട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പല്ലവി, ഗാനത്തിൻ്റെ പല്ലവി നല്ലതായിരിക്കും, അനുപല്ലവിയും ചരണവും മോശമായിരിക്കും. അല്ലെങ്കിൽ ചരണം നല്ലതായിരിക്കും, അനുപല്ലവിയും പല്ലവിയും മോശമായിരിക്കും. അതേസമയം നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ, വയലാറിൻ്റെയോ ഭാസ്കരൻ മാഷിൻ്റെയോ ഒ എൻ വി സാറിൻ്റെയോ ശ്രീകുമാരൻ തമ്പിയുടെയോ യൂസഫ് അലി കേച്ചേരിയുടെയോ റഫീഖ് അഹമ്മദിൻ്റെയോ ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് പല്ലവി മുതൽ അങ്ങ് ചരണം വരെ നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന രീതിയിലായിരിക്കും. അതാണ് എൻ്റെ വ്യത്യാസം. സർ, ഇപ്പോൾ വയലാറിൻ്റെ ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ചുകൂടെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം കാലാതിവർത്തിയാണെന്ന് പറയുമ്പോഴും പുതിയ കുട്ടികൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഇൻസ്റ്റയിലൊക്കെ ചില പാട്ടുകളൊക്കെ വരുമെങ്കിലും ആ പാട്ടുകളൊക്കെ നമ്മൾ അതിജീവിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വയലാർ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ സാറ് വയലാറിനെ കുറിച്ച് സംസാരിക്കും. വയലാർ എന്നെ വളരെ വിസ്മയിപ്പിച്ച ഒരു കവിയാണ്. കാരണം ഈ മതിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി നമ്മൾ പറയുമല്ലോ, മതിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി, അത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉള്ളത് വയലാറിനാണ്. വയലാറിന് വേണ്ടി വയലാറിൻ്റെ വാക്കുകൾ, വയലാറിൻ്റെ ഗാനങ്ങളിലെ വാക്കുകൾ വയലാറിന് വേണ്ടി വന്ന് ഇങ്ങനെ നിരക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അദ്ദേഹം വാക്കുകൾക്ക് വേണ്ടി ഒരിക്കലും, കാരണം വളരെ നിമിഷ നേരം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം റോഡിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൽ നിന്ന് അന്ന് ദേവരാജ മാഷിനെ ഏൽപ്പിക്കേണ്ട പാട്ടുകൾ റോഡിൽ നിന്ന് ടി.എൻ. മേനോൻ്റെ പോക്കറ്റിൽ കിടന്ന പാസിംഗ് ഷോ സിഗരറ്റിൻ്റെ കവറിൽ അന്ന് അംബാസഡർ കാറല്ലേ ഉള്ളൂ, അംബാസഡർ കാറിൻ്റെ പുറത്ത് വച്ച് എഴുതി കൊടുത്ത ഈ സുപ്രഭാതം എന്ന് പറയുന്ന പണിതിരത്ത വീട്ടിലെ പാട്ട് തന്നെ മദ്രാശിയിൽ ഇവരെല്ലാവരും കൂടി, എന്നോട് കെ സേതുമാധവൻ സാറ് എന്നെ മിക്ക ദിവസവും വിളിക്കുമായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം വിളിക്കുക. ഉച്ചവരെ അദ്ദേഹം വായിക്കും.
7 മണിയാകുമ്പോൾ അത്താഴം കഴിച്ചിട്ട് അദ്ദേഹം ഉറങ്ങും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം. ഉം. അപ്പോൾ ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സുപ്രഭാതം എഴുതിയത് മദരാശിയിൽ ഇവരെല്ലാം തമ്പടിച്ചിരിക്കുകയാണ് ഒരു ഹോട്ടലിൽ. ഇദ്ദേഹം പാട്ടൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ രാവിലെ ഈ ഹിന്ദു പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സേതുമാധവൻ സാറ് റിസപ്ഷനിൽ. അപ്പോൾ വയലാർ അവിടത്തേക്ക് വന്നു. അപ്പോൾ കുട്ടാന്നാണല്ലോ അടുപ്പമുള്ളവർ അദ്ദേഹത്തെ വിളിക്കുക. കുട്ടാ പാട്ടൊന്നും എഴുതിയില്ലല്ലോ. ഇപ്പോൾ എഴുതാം, ഞാനൊന്ന് ശുചിമുറിയിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ശുചിമുറിയിലോട്ട് പോയി. പോയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു, ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ, ന്യൂസ് പേപ്പർ, ഹിന്ദു പേപ്പർ പിടിച്ചു വാങ്ങി. റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പേന പിടിച്ചു വാങ്ങി. അതിൻ്റെ വശത്തിൽ ഈ പത്രത്തിൻ്റെ ചെറിയ വശത്തുണ്ടല്ലോ, വശത്തെഴുതിയ പാട്ടാണ് സുപ്രഭാതം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. അദ്ദേഹം പറയണ ഞാൻ അവിടെ ഇരുന്ന് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇദ്ദേഹം ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ചിത്രീകരിക്കണമെന്നായിരുന്നു എൻ്റെ ആലോചന. സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, അതിൽ ഓരോ വാക്കും നോക്കൂ. ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ. സുപ്രഭാതം പിന്നെ നീലഗിരിയിലെ സഖികളെ എന്നൊക്കെ പറയുന്നത് ആ മേഘങ്ങളെയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ള വരികൾ അതിനേക്കാൾ ഗംഭീരമാണ്. അഞ്ഞനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ചമന്ദിരമേ. ഈ ലോകം തന്നെ ഒരു പ്രപഞ്ചമന്ദിരമാണ്, പണിതീരാത്ത വീടാണ്, പ്രപഞ്ചമന്ദിരമാണ്. ഇതിൻ്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ഞാൻ പിൽക്കാലത്ത് ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ പടം ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞാൽ അധ്യാപകൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് പോയി കാണുകയും പിന്നീട് ഈ പണിതീരാത്ത വീട് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. കാരണം എന്നെ വളരെ ആകർഷിച്ച ഒരു പടവും കൂടിയാണ്. ഈ പാട്ട് വളരെ ആസ്വാദ്യകരമാണ്. കാരണം സിനിമ തുടങ്ങുന്നത് തന്നെ ഈ പാട്ടോട് കൂടിയാണ്. ഈ നമുക്ക് പണ്ട് പറയുമല്ലോ, നമ്മൾ ഒരു പൈസ മുടക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൈസ മുതലായി എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഞാൻ വളരെ കുറേ പ്രായമായതിനു ശേഷം, ഇതൊക്കെ എഴുതാൻ തുടങ്ങിയതിന് ശേഷം പാറപ്പുറത്തിനെ ഒരിക്കൽ കാണാനിടയായി. പാറപ്പുറത്തിനെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങയുടെ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിലൊരിടത്തും പണിതീരാത്ത വീട്, പ്രപഞ്ചം പണിതീരാത്ത വീടാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെ സംഭവിച്ചു? വയലാറിൻ്റെ പാട്ടിൽ ഇതുണ്ടല്ലോ. അങ്ങയുടെ അച്ഛൻ, അദ്ദേഹം ജീവിതമാണ് പണിതീരാത്ത വീടെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. ജോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അതിലെ നായകൻ, നമ്മുടെ പ്രേം നസീർ അവതരിപ്പിച്ച നായകൻ. ഒരു ദരിദ്രനായ പട്ടാളക്കാരനാണ്, ഇന്ത്യൻ പട്ടാളക്കാരൻ. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വിസ്മയഭരിതനാക്കിപ്പോയി. അദ്ദേഹം പറഞ്ഞു, അതാണ് നോവലിസ്റ്റും കവിയും തമ്മിലുള്ള വ്യത്യാസം. നോവലിസ്റ്റിന് ഒരു വൃത്തത്തിനകത്ത് കറങ്ങാനേ പറ്റൂ, കവിക്ക് അത് ഭേദിക്കാനുള്ള അനുമതിയുണ്ട്. അദ്ദേഹത്തിന് പ്രപഞ്ചം പണിതീരാത്ത വീടാണെന്ന് സങ്കല്പിക്കാനുള്ള പിന്നെ അധികാരവും അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞു. അതാണ് അപ്പോൾ അതാണ് നമുക്ക് എൻ്റെ വ്യത്യാസം. മാത്രമല്ല